ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ഗ്രീൻ ടീ ആണ് ഇത് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഇലയിട്ടാണ് അത് കുടിക്കുന്നത്. അതായത് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇലയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ പേരയാണ്. ഇത് പേരയിൽ ഇവിടെ കാടെല്ലാം നല്ലപോലെ വെട്ടി വൃത്തിയാക്കിയപ്പോൾ നമുക്ക് ഇതുപോലെ പറമ്പിലൊക്കെ പോയി നോക്കാൻ പറ്റും എന്തൊക്കെയാണ് കായ്ച്ചിരിക്കുന്നതും ഒക്കെ. സാധാരണയായിട്ട് ഫുള്ള് കാട് കയറി കിടന്നാൽ നമുക്കൊന്നും മുറ്റത്തോട്ടോ അല്ലെങ്കിൽ പറമ്പിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുമാത്രമല്ല നിറയെ കൊതുകുകളും ഒക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം ഒന്ന് കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അതുപോലെ തന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പേരയൊക്കെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പേരയ്ക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ്. ഈ നല്ല ഷുഗറുകാർക്കും അതുപോലെ ഡയബറ്റിക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ധാരാളം നല്ല അളവിൽ പ്രോട്ടീനുണ്ട്. അതുപോലെ തന്നെ കാലറി വാല്യൂ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു കുഞ്ഞൊരു അവക്കാഡോയുടെ തൈയാണ്. ഇപ്പം നമുക്ക് അവക്കാഡോയുടെ തൈകളൊക്കെ ഇപ്പം എല്ലാം നഴ്സറികളിൽ ഇപ്പം ഒരുപാട് പോപ്പുലർ ആയിപ്പോയി. ഒരു 2-3 വർഷം 5 വർഷം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വാങ്ങി അവക്കാഡോയുടെ തൈകളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇലയുടെ കാര്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അതായത് ഓൾ സ്പൈസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണിത്. അതായത് ഓൾ സ്പൈസ് പ്ലാന്റിൻ്റെ ഈ ലീഫിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ലീഫാണിത്. അതായത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിനൊക്കെ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വായനാറ്റം ഉള്ളവർക്ക് ഈ ഇല വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ അത് മാറും എന്ന് മാത്രമല്ല ബാഡ് ബാക്ടീരിയകളെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ളൊരു കഴിവ് കൂടി ഇതിനുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇലയാണിത്. അതുപോലെ മറ്റ് നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം മിക്ക ആൾക്കാർക്കും നല്ലൊരു ഹെവി മീൽ, അതായത് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരു ഹെവി ഒരു ഇൻഡൈജഷൻ, അതുപോലെ തന്നെ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകുമല്ലോ, അതുപോലെ ഗ്യാസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ടീ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ ഈസിയാണ്. അതായത് ഒരു 2 കപ്പ് വെള്ളത്തിലേക്ക് ഇതുപോലത്തെ ഒരു ലീഫ് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ ടീ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡൈജഷനിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് പനിയൊക്കെ വരാൻ നേരം തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ത്രോട്ട് പെയിന്, അതുപോലെ തന്നെ വലിയ ചുമക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ ഇലയിട്ട് വെള്ളം കുടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരിതാണ്. അപ്പോൾ ഓൾ സ്പൈസിൻ്റെ ലീഫ് കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റിനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല ചെടികളും അതായത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറ്റിയ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഓരോ ഇലയും നല്ലതായിട്ട് തന്നെ നമുക്ക് തോന്നും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേരയുടെ ഇലയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പേരയ്ക്കയും പേരയിലയും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തുളസി ഉണ്ടല്ലോ, തുളസിയുടെയൊക്കെ ഇലയെന്ന് പറഞ്ഞാൽ തുളസി ടീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അതൊക്കെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിലെ പുല്ലൊക്കെ ഒരു സൈഡിൽ വീണ്ടും നിൽപ്പുണ്ട്, എങ്കിലും ഒരു സൈഡിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴികൾക്കൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് കൊത്തി തിന്നെ നടക്കാനാണല്ലോ ഇഷ്ടം. ഞാൻ അങ്ങനെ ഇവിടെ കോഴിയെ വളർത്തുന്നത് കേട്ടോ. ഇങ്ങനെ തുറന്ന് വിട്ടേക്കണം, ഓപ്പൺ എയറിൽ അങ്ങ് വിട്ടേക്കാണ്. എപ്പോഴും കൂട്ടി കിടക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു ചെടി കാണിച്ചു തരാമേ. ഇത് നമ്മൾ സാധാരണയായിട്ട് പുല്ല് അല്ലെങ്കിൽ കാടായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ചെടിയാണല്ലോ. ഇതിൻ്റെ പേരാണ് പീലിയോ മൈക്രോഫൈല. ഞാൻ പഴയ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് പീലിയ മൈക്രോഫൈല എന്നാണെങ്കിലും ഏഞ്ചലോ വീഡെന്നും അതുപോലെ തന്നെ ജോയി വീഡ് അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ഒരുപാട് ഹൈറ്റിലങ്ങ് വളരത്തില്ല, നിലം പറ്റി കിടന്ന് ക്രീപ്പായിട്ട് വളരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട്
പണ്ടുള്ളവർ ഇതിനെ നമ്മുടെ കൈയും കാലും ഒക്കെ മുറിയുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് അല്ലെങ്കിൽ അതിൻ്റെ നീര് ഇങ്ങനെ ഒരു ചൈനീസ് ഫോക്ക് മെഡിസിൻ രീതിയിലൊക്കെ ചുമ്മാ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെടി നമ്മൾ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. 100 രൂപ മുതൽ മുകളിലേക്കാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണയായിട്ട് ഈ ചെടി എടുത്ത് ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു ടെറേറിയം പോലെ ചെറിയൊരു കുപ്പിക്കകത്ത് ഇതുപോലെ കുറച്ച് മോസ് അല്ലെങ്കിൽ നമ്മുടെ പായലുണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പീലിയോ മൈക്രോഫൈല എടുത്ത് വെച്ചിട്ട് ഇച്ചിരി വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് 2-3 ദിവസമൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീടിനുള്ളിൽ ഒരു ഡെക്കറേഷൻ പോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഇലയ്ക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് കൂടിയുണ്ട് കേട്ടോ. അന്നേരം ഇത് ഒത്തിരി അത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. നല്ല ഒരു ടൈപ്പ് ചെടിയാണിത്. കാണാനും ഒത്തിരി നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എടുത്തൊരു കുപ്പിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ നട്ട കാന്താരിയിൽ നിറയെ കാന്താരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാന്താരിയൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഇതേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നിങ്ങളെ പഴയ ഒരു വീഡിയോയിൽ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്നേരം ഡ്രാഗൺ ഫ്രൂട്ടിൽ 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ പറിച്ചു കഴിഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതിൻ്റെ സീസൺ എൻഡ് ആകുമ്പോൾ ലാസ്റ്റ് ഉള്ള ഒരു ബാച്ചാണ് ഇപ്പം ഞാൻ പറിക്കുന്നത് ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് നല്ല കേട്ടോ. omega 3 and 6 ഫാറ്റി ആസിഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയൊരു കാര്യമുണ്ട്, നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് തോന്നണം. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഇതിന് നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫ്രൂട്ട്സും തന്നെ നമുക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ഡയബറ്റിക്കാർ ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് ഒരു മിതമായി മാത്രം കഴിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇനി നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ്, ഇപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പറിച്ചു. ഇത് നമ്മുടെ മഞ്ഞ കളറിലുള്ള റംബൂട്ടാനാണ് കേട്ടോ. ഇത് റെയറായിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ഇവിടെ നല്ല പോലെ കായ്ച്ചു. ഇത് ഞാനൊരു കുഞ്ഞ് തൈ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പ്രാവശ്യവും കായ്ച്ചു, കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യവും എല്ലാം നല്ല രീതിയിൽ കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചുവന്ന റംബൂട്ടാന് അപേക്ഷിച്ച് മഞ്ഞ റംബൂട്ടാന് നല്ല മധുരമാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെറി ഫ്രൂട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ലപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിനെ ഞാൻ ആക്ച്വലി ഒരു ഇൻഡോർ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുമ്പോൾ അതെടുത്ത് മാറ്റും, വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാടങ്ങ് വെയിലത്തും അല്ല വെച്ചേക്കുന്നത്. പക്ഷേ ക്രോട്ടൺസിനൊക്കെ യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നൊരു ചെടിയാണ്. അതേപോലെ തന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് സീഡ്സ് അങ്ങ് ഇട്ടേക്കാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ പാവലിൻ്റെ സീഡാണ്. അതിന് പാവൽ ഇപ്പം നമുക്ക് ഓൾറെഡി എല്ലാവരും നട്ട് കിളിച്ച് വന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ empty ആയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളിടത്തൊക്കെ നോക്കി കുറച്ച് സീഡ്സൊക്കെ കൊണ്ടിടുക കേട്ടോ. ഇത് നമ്മുടെ കോവലിൻ്റെ ചവിട്ടിൽ തന്നെയാണ് പാവലിൻ്റെ സീഡ്. അതുപോലെ തന്നെ ക്യൂക്കുംബറിൻ്റെ സീഡ്സ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കിളിച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം ജസ്റ്റ് ഞാൻ ഒരുപാടങ്ങ് ഇതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി എടുത്ത ശേഷം സീഡ്സ് ഇട്ട് മൂടുന്നു, ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനിയിപ്പം മഴ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർക്കിടക മാസം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്കും മഴ കിട്ടും. അതുകൊണ്ട് നമുക്ക് ചെടിയുടെ കാര്യത്തിൽ ഒരു ഇത് വേണ്ട, കാരണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ടല്ലോ, എപ്പോഴും മഴയായതുകൊണ്ട് തന്നെ. പിന്നെ മഴ കഴിഞ്ഞിട്ടുള്ള വെയിലെന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് തോന്നും, കാരണം അത്രയ്ക്ക് നല്ല വെയിലുമുണ്ട്, അതിതീക്ഷ്ണമായ വെയിലാണ്. അപ്പോൾ പിന്നെ മഴയുള്ളപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചട്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ ചെടി പഴുത്ത് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ സമയാസമയങ്ങളിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഒരുപാടങ്ങ് നീട്ടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ
കൃഷിയുടെ ഇത് ഇനി നട്ട് കഴിഞ്ഞ് ഇനി എന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യുക. സാധാരണയായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്, എല്ലുപൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഒരുപാട് മീൻസ് NPK പോലുള്ള വളങ്ങളൊന്നും പച്ചക്കറികൾക്ക് ഇടാറില്ല കേട്ടോ. ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. കാരണം അത് നമ്മൾ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ എത്രയും ഓർഗാനിക് ആകാമോ അത്രയും ഓർഗാനിക്കായിട്ട് ഉള്ളത് പറിച്ച് കഴിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനായാലും ഒന്നും ആർട്ടിഫിഷ്യലായിട്ടുള്ള വളം ഒന്നും ഇടത്തില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു ഘടനയും നഷ്ടപ്പെട്ടു പോവും. അതുപോലെ തന്നെ നമുക്കൊരു ഗുണവും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു എന്നല്ലാതെ കെമിക്കൽ ഫെർട്ടിലൈസറിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട്സും ഒരുപാട് ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മുടെ മണ്ണിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.